So, can I ask you a question? Yes. നിങ്ങൾ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും ചോദിച്ചുകൊണ്ടിരുന്ന ഇങ്ങനെയല്ലേ? അവരോട് നമുക്കൊരു ചോദ്യം ചോദിച്ചാല് Are you ready? Yes. ഇപ്പൊ നമ്മൾ വാക്കുകളെ പറ്റി പറയാം അല്ലേ? വാക്കുകൾ എങ്ങനെ പറയണം? ദൈവവചന പ്രകാരമാണോ അല്ലയോ? സത്യമാണോ? സ്നേഹമുണ്ടോ? ഇപ്പോ സത്യമല്ലാത്ത അല്ലെങ്കിൽ ദൈവവചനത്തോടൊരു സാമ്യമില്ലാത്ത എന്തെങ്കിലും വാക്ക് വായെന്ന് വന്നു, ഒരു വാക്കല്ല, അതിന്റെ പിന്നാലെ കുറെ വാക്കുകൾ, 100 വാക്കുകൾ വന്നെന്ന് വിചാരിക്കാം. പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് തോന്നും, ഓ പറയണ്ടേരുന്നില്ല, ഐ ഷുഡ് നോട്ട് ഹാവ് സെഡ് ഇറ്റ്. ഇനിയിപ്പോ എന്ത് ചെയ്യും? അതങ്ങനെ വന്നു, ഇനിയിപ്പോ അതിനെ മാറ്റാൻ പറ്റുമോ? എന്താ ചെയ്യാൻ പറ്റുക? വന്നു കഴിഞ്ഞത് ഒരു കാര്യം എനിക്ക് വന്നത്, ഓൾറെഡി ഞാനൊരു വാക്കുകൾ പറഞ്ഞത് അന്തരീക്ഷത്തിലായി. പിന്നെ അതിനെ ശുദ്ധീകരിക്കാനുള്ളൊരു വഴിയാണ് തിരുസഭ തന്നിരിക്കുന്നത്. ഹോളി ബെൽ, വൈദികം വെഞ്ചരിച്ച് തന്നത് നമ്മൾ അന്തരീക്ഷത്തിൽ അടിക്കുമ്പോൾ അത് ഇങ്ങനെ നിർവീര്യമായിട്ടോ അല്ലെങ്കിൽ ഇല്ലാതെയായി അങ്ങനെ ഒരു ബാലൻസിൽ പോകും. അത് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു പോയി, ഇപ്പൊ അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. അതായത് ഇപ്പം ഒരു കാര്യം എനിക്ക് വന്നത്, ഒരു വ്യക്തിയോട് ഞാൻ അങ്ങനെ ഒരു ക്രൂവലായിട്ട് ഞാൻ സംസാരിച്ചു. ട്രൂത്ത് തന്നെയാണെങ്കിൽ ട്രൂത്ത്, അല്ലെങ്കിൽ എനിക്ക് തോന്നിയത് ഞാൻ ആളെ മുഖത്ത് നോക്കിയിട്ട് അങ്ങനെ പറഞ്ഞു ആളെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു. അപ്പോൾ ഓൾറെഡി ആൾക്ക് ഉള്ളിൽ ആ ഒരു ഫീലുണ്ട് എന്നോട്. അപ്പം എത്രയും പെട്ടെന്നൊരു രമ്യതയിലേക്ക് കൊണ്ടുവരാനാണ് നോക്കേണ്ടത്. അതാണ് ആ രമ്യത. അതിനു മുമ്പ് എനിക്ക് പശ്ചാത്താപം വരണം, ഓ തെറ്റിപ്പോയി. ചിലപ്പോൾ നമ്മൾ എന്താ ചെയ്യാ, കുറെ വാക്കുകൾ പറഞ്ഞു, നമ്മൾ ആദ്യം ന്യായീകരിക്കും. ഞാൻ ഇന്ന കാരണം കൊണ്ട് ഇന്ന സിറ്റുവേഷനിൽ ഇതായത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു സാഹചര്യം വന്നുകൊണ്ടല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ കുറേ ജസ്റ്റിഫൈ ചെയ്യും. അപ്പൊ പശ്ചാത്താപം വരുമോ? ഇല്ല. അപ്പോൾ നമ്മുടെ വായിൽ നിന്ന് വന്ന് പോയത് തെറ്റി എന്നുള്ളൊരു ഫീല്, ഹൃദയത്തിലൊരു ഫീൽ ആദ്യം, എന്നിട്ടാണ് നമ്മൾ രമ്യതയിലേക്ക് വരിക. നമ്മൾ സോറി പറയുന്നു, അപ്പൊ തന്നെ ഈ പറഞ്ഞ വാക്കുകളുടെ ഇഫക്റ്റിന് ദൈവം ഒരു മാറ്റം വരുത്തും, നമുക്ക് വരുത്താൻ പറ്റില്ല. അപ്പോൾ ദൈവകൃപയിൽ ആശ്രയിച്ച്, ദൈവമേ എനിക്ക് തെറ്റിപ്പോയി, ആ ചുങ്കക്കാരനും ഫരിസേയന്റെ ഇതിൽ ചുങ്കക്കാരൻ പറഞ്ഞ പോലെ, ദൈവമേ പാപിയായ എൻ്റെ മേൽ കനിയണമേ, അല്ലെങ്കിൽ കരുണയായിരിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ റെസിസ്റ്റ് ചെയ്ത് പ്രതിരോധിച്ച് നിന്നുകൊണ്ട് കൂടുതൽ ദോഷമാണോ ഉപകാരമാണോ? കൂടുതൽ ദോഷമായിരിക്കും അല്ലേ? ഈ ചോദ്യത്തിന് എനിക്ക് ഒരു കാര്യം തോന്നിയത്, മുമ്പ് ഇങ്ങനെ ഒരു പ്രയർ ഉണ്ടായിരുന്നു, ഞാൻ ദൈവത്തിൻ്റെ കയ്യിലൊരു പെൻസിലാണ് എന്ന് പറഞ്ഞിട്ടൊരു പ്രയർ, ഐ റിമെമ്പർ ദാറ്റ്. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട്, എന്താണ് ഈ പെൻസിലിൻ്റെ പ്രത്യേകത? പാനി ആക്കിയാൽ പോരെ, പാനി ആകുമ്പോൾ കുറച്ചും കൂടി കാണാൻ ഭംഗിയുണ്ട്, ഉപയോഗിക്കാം. അപ്പോൾ പാനൊക്കെയാണ് പെൻസിലിനെയാണ് നമുക്ക് ഷാർപ്പൻ ചെയ്യാൻ പറ്റുക. സ്മൂത്തായിട്ടും എഴുതാം, ഷാർപ്പായിട്ടും എഴുതാം. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വരുന്ന വാക്ക് ചിലപ്പോൾ ഷാർപ്പായിരിക്കാം, സ്മൂത്തായിരിക്കാം. പക്ഷെ ഈ പറഞ്ഞ പോലെ ഞാൻ പാനയാണെങ്കിൽ എഴുതിയ കാര്യം മായ്ക്കാൻ പറ്റില്ല, പക്ഷെ എനിക്കൊരു പെൻസിലായാലും പെൻസിലാണെങ്കിൽ എന്താ ഉപകാരം? എഴുതിയത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ വേണമെങ്കിൽ ഇറേസ് ചെയ്യാം, മായ്ക്കാം. ഇപ്പൊ പറഞ്ഞപ്പോ എനിക്ക് വല്ലാണ്ട് അങ്ങോട്ട് സെൽഫ് അസേർട്ടീവ് ആയിട്ട് അങ്ങനെ പറയാണ്ടിരിക്കുക നല്ലത്. സത്യം പറയണെങ്കിൽ പോലും പേനോണ്ട് എഴുതുന്ന പോലെ ഇതാണ് ഇതാണ്, അപ്പൊ ഇനി ചിലപ്പോ എങ്ങനെ തെറ്റിയത് മായ്ക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ പറയുന്ന സത്യവും നമ്മൾ പറയാ, വല്ലാതെ നമ്മൾ ഇതാണ് ഭൂലോക ശരി എന്നുള്ളതിൽ ഇങ്ങനെ പറയുമ്പോ പേനോണ്ട് എഴുതിയ പോലെ, അതല്ലേ? ഇപ്പൊ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. അപ്പൊ തന്നെ ഇവിടെ ഞങ്ങൾക്കായാലും സിസ്റ്റേഴ്സ് തരുന്ന ഒരു ഫോർമേഷനാണ്, എന്തെങ്കിലും വ്യർത്ഥ വാക്ക് പറഞ്ഞാൽ ആദ്യം പോയി സോറി പറയാം, ഐ ബെഗ് പാർഡൺ, അത് പറയും. എന്നിട്ട് പിന്നെ അതിനെ ന്യായീകരിക്കാൻ നിൽക്കല്ലേ, അങ്ങനെ പറയാം. അല്ലെങ്കിൽ അതിൻ്റെ മേലെ ന്യായീകരിച്ച് സത്യത്തിന്റെ മേലെ വേറെ നോണ അങ്ങനെ. അപ്പൊ സംശയം എന്താന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ തെറ്റിയില്ലല്ലോ, പിന്നെ ഇതിന് സോറി പറയണേ, പിന്നെ ഇതിന് ബെഗ് പാർഡൺ പറയണേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. ഐ എം റൈറ്റ്, നോ ഞാൻ ശരിയല്ല, പിന്നെ ഇതിന് സോറി പറയണേ, എന്തിനാ പറയണേ? എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട്, നമുക്ക് എന്തെങ്കിലും ഒരു അൺപ്ലസന്റ് കാര്യം ഉണ്ടായാൽ ജസ്റ്റ് സോറി പറയാം, എനിക്ക് തെറ്റിയിട്ടുണ്ടാവും, സോറി ബെഗ് പാർഡൺ. കാരണം ഈ അറ്റ്മോസ്ഫിയർ അൺപ്ലസന്റ് ആയല്ലോ, ആരാണ് ശരി ആരാണ് തെറ്റെന്ന് പിന്നെ കണ്ടുപിടിക്കാം. പക്ഷെ ഈ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അന്തരീക്ഷത്തിന് എന്തോ പെശക് പറ്റി ഞാൻ പറഞ്ഞപ്പോ, അപ്പോൾ സോറി
ഐ ബെഗ് പാർഡൻ, എനിക്ക് തെറ്റിപ്പോയി എന്ന് പറയാം. തെറ്റ് മനസ്സിലായില്ലെങ്കിൽ പോലും തെറ്റിപ്പോയിട്ടുണ്ടാവാം, ഞാനല്ല ആള്, മനുഷ്യൻ പാപിയാണല്ലോ. അങ്ങനെ സോറി പറഞ്ഞതിന് ശേഷമാണ് പലപ്പോഴും എനിക്ക് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോഴാണ് ഒരു ക്ലാരിറ്റി വരിക. നമ്മൾ സോറി പറയാതെ അല്ലെങ്കിൽ എനിക്ക് തെറ്റിയിട്ടുണ്ടാവും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഇല്ലാതെ നമ്മളിങ്ങനെ ന്യായീകരിച്ച് നീതീകരിച്ച് ജസ്റ്റിഫൈ ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ പല എക്സ്ക്യൂസ് നമുക്ക് തന്നെ പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ ഹൃദയം കഠിനാവും, ക്ലാരിറ്റി വരില്ല, കൂടുതൽ വഷളാവും. അങ്ങനെയാണ് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്.